ഗുഡ് മോർണിംഗ് ഓൾ. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 3 വെള്ളിയാഴ്ചയാണ്. ഈ ആഴ്ചയിലെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. US മാർക്കറ്റുകളെല്ലാം ഇന്നലെ വലിയ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സും വലിയ പോസിറ്റിവിറ്റിയിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. റിസൾട്ടുകൾക്ക് ശേഷം ആപ്പിൾ ആഫ്റ്റർ ട്രേഡിംഗ് ഹവറിൽ 6% മുകളിൽ ഉയർന്നു. ഇന്നലെ ഇന്ത്യൻ ADR സ്റ്റോക്കുകളിൽ വലിയ നേട്ടമുണ്ടാക്കിയത് മേക്ക് മൈ ട്രിപ്പ് ആയിരുന്നു. 4% മുകളിലാണ് ഉയർന്നത്. ഇന്ന് നിഫ്റ്റിയിൽ 110 മുതൽ 120 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നിലവെച്ച് സാധ്യതയുള്ളത്. ഇന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. പിന്നെ ഇന്നലെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തിരുന്നു. വലിയ സന്തോഷം. എല്ലാവരും തുടർന്നും കമൻറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക്. ഇന്നത്തെ ആദ്യത്തെ വാർത്ത HSBC പുറത്തുവിട്ട പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റയെ സംബന്ധിച്ചതാണ്. ഏപ്രിൽ മാസത്തിൽ ഇന്ത്യൻ ഉൽപാദനം നേരിയ മാന്ദ്യം അനുഭവപ്പെട്ടെങ്കിലും ശക്തമായ വളർച്ച നിലനിർത്തി. HSBC പുറത്തുവിട്ട ഹെഡ്ലൈൻ PMI മാർച്ചിലെ 16 വർഷത്തെ ഏറ്റവും ഉയർന്ന 59.1 നിന്ന് ഏപ്രിലിൽ 58.8 കുറഞ്ഞു. ഏതായാലും 50 മുകളിലുള്ള കണക്ക് ഈ മേഖലയിലെ വികാസത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിർമ്മാതാക്കൾ പുതിയ ബിസിനസ് ഇൻടേക്കുകളിൽ കുത്തനെയുള്ള വർധനവാണ് കാണാൻ സാധിച്ചത്. ഇത് ഉൽപാദനം വർദ്ധിപ്പിക്കാനിടയായി. മാർച്ച് മാസത്തെ അപേക്ഷിച്ച് നേരിയൊരു ഇടിവ് സംഭവിച്ചെങ്കിലും മാനുഫാക്ചറിംഗ് സെക്ടർ ഇപ്പോഴും ശക്തമായി തന്നെ നിലകൊള്ളുന്നു എന്നാണ് ഈ ഡാറ്റ കാണിക്കുന്നത്. ആദ്യമായി ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ്. ആദ്യം അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ റിസൾട്ട് വന്നിരുന്നു. അതിലേക്ക് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 76% വർധനമാണ് വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റായി വന്നിരിക്കുന്നത് 2040 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1158 കോടി രൂപയായിരുന്നു. റവന്യൂവിലും 19% വർധനമാണ് വന്നിരിക്കുന്നത്. 6897 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 5797 കോടി രൂപയായിരുന്നു. അടുത്തത് ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ച വാർത്ത. ബജാജ് ഫിനാൻസിന്റെ 2 ഉൽപ്പന്നങ്ങളായ ഇകോം ഓൺലൈൻ ഡിജിറ്റൽ ഇൻസ്റ്റാ EMI കാർഡ് എന്നിവയുടെ നിയന്ത്രണങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നീക്കിയതായി മെയ് 2 കമ്പനി അറിയിച്ചു. വളരെ പോസിറ്റീവായ വാർത്ത തന്നെയാണ്. അടുത്തത് ഇൻഡിഗോ എയർലൈൻസിനെ സംബന്ധിച്ചത്. മെയ് 2 ആഭ്യന്തര വിമാന കമ്പനിയായ ഇൻഡിഗോ തങ്ങളുടെ ജീവനക്കാർക്ക് 2024 സാമ്പത്തിക വർഷത്തിലെ മികച്ച പ്രകടനത്തിന് 2024 മെയ് മാസത്തെ ശമ്പളത്തിനൊപ്പം പ്രതിമാസ ശമ്പളത്തിന്റെ 1.5 മടങ്ങ് ഒറ്റത്തവണ ബോണസ് നൽകുമെന്ന് അറിയിച്ചു. അതും പോസിറ്റീവായ വാർത്ത തന്നെയായിരുന്നു. മറ്റ് റിസൾട്ടുകൾ നോക്കാം. ആദ്യം കോൾ ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റായി വന്നിരിക്കുന്നത് 8640.5 കോടി രൂപയാണ്. അതായത് 25.8% ഇൻക്രീസാണ് ഇപ്പോൾ ഇയർ ഓൺ ഇയറുമായി നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നല്ല ഒരു പ്രോഫിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. റവന്യൂവിൽ 1.9% ഇടിവാണ് വന്നിരിക്കുന്നത്. 37,410 കോടി രൂപയാണ് റവന്യൂ ആയി വന്നിരിക്കുന്നത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി കോഫോർജ് ആണ്. നെറ്റ് പ്രോഫിറ്റായി വന്നിരിക്കുന്നത് 229.2 കോടി രൂപയാണ്. അതായത് നെറ്റ് പ്രോഫിറ്റിൽ 5.6% ഇടിവാണ് കഴിഞ്ഞ ക്വാർട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 1.5% വർധനമുണ്ടായിട്ടുണ്ട്. 2358.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. കഴിഞ്ഞ ക്വാർട്ടറുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് റവന്യൂവിൽ ഒരു വർധനവ് വന്നിരിക്കുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, വോഡാഫോൺ ഐഡിയ, ബയോകോൺ എന്നീ സ്റ്റോക്കുകളാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ടൈറ്റാൻ കമ്പനി, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ടാറ്റ ടെക്നോളജീസ്, ആർത്തി ഡ്രഗ്സ്, അദാനി ഗ്രീൻ എനർജി, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഇനോക്സ് ഗ്രീൻ എനർജി, ഇനോക്സ് വിൻഡ്, JSW ഇൻഫ്ര, MRF, റൈമണ്ട് എന്നീ കമ്പനികളാണ്. നാളെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ശനിയാഴ്ചത്തേത് കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ്, അവന്യൂ സൂപ്പർ മാർട്ട്സ്, IDBI ബാങ്ക്, ബിർള കോർപ്പറേഷൻ, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, നാഗാർജുന ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, സെൻ ടെക്നോളജീസ് എന്നീ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടാണ് പുറത്തു വരുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ സൈഡിൽ നിന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. രാവിലെ 7:30 മുന്നോടിയായി തന്നെ ഞങ്ങളുടെ പ്രീ മാർക്കറ്റ് വീഡിയോ നിങ്ങളിൽ എത്തിക്കാറുണ്ട്. അതിനുശേഷം രാവിലെ 10 മണി മുതൽ 3:30 വരെ ത്രൂ ഔട്ട് ആ ഡേയിൽ മാർക്കറ്റുള്ള ദിവസം നിങ്ങളുടെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ യൂട്യൂബ് ലൈവും ഞങ്ങൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ 2 വീഡിയോസും നിങ്ങൾ പരമാവധി കാണാൻ ശ്രമിക്കുക. മാത്രമല്ല എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക്
ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷന്റെയും കോർപ്പറേറ്റ് ഏർണിംഗ്സിന്റെയും പിൻബലത്തിൽ നിഫ്റ്റി 43 പോയിന്റ്സ് ഉയർന്ന് 22,648 ക്ലോസ് ചെയ്തു. ഒരു നാരോ റേഞ്ചിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്ത്. അപ്സൈഡിൽ 22,700 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആണ് എന്ന് ഇന്നലെയും നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. മാത്രമല്ല ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു നെഗറ്റീവ് ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. ആ ബുള്ളിഷ് ട്രെൻഡ് നിലകൊണ്ടിരുന്ന ബുള്ളിഷ് ട്രെൻഡിൽ ചെറിയ പരിക്കുകൾ പറ്റി എന്നാണ് ഇത് കാണിച്ചു തരുന്നത്. ഓവറോൾ ട്രെൻഡ് ഒരു സൈഡ് വൈസ് ആയിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,550 മുതൽ 22,500 വരെയുള്ള ലെവലാണ്. ഡൗൺ സൈഡിൽ 22,400 20-യുടെ EMA ഉള്ളത്. ആ ലെവൽ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്സൈഡിലേക്ക് വന്നാൽ 22,780 മുതൽ 22,800 വരെയുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു ലെവലാണ്. ഡേ ക്യാൻഡിൽ ചെറിയ അപ്പർ ഷാഡോവോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം കോൾ സൈഡിൽ 23,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 23,000 സ്ട്രൈക്കിലും അതിനുശേഷം 22,700 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,800 സ്ട്രൈക്കിലും അതിനുശേഷം 22,700 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,700 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500 ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 22,650 1,274% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 849% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. അടുത്തത് 22,600 സ്ട്രൈക്കിൽ 269% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. എന്നാൽ കോൾ സൈഡിൽ 3% ഇടിവാണുള്ളത്, ഒരു ഷോർട്ട് കവറിംഗ് ആ സ്ട്രൈക്കിലുണ്ട്. 22,700 സ്ട്രൈക്കിൽ 179% വർധനവാണുള്ളത്, ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ 215% വർധനവ് കോൾ സൈഡിൽ കാണാം, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലുണ്ട്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡാണ് കൂടുതൽ സ്ട്രോങ് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 166 പോയിന്റ്സ് ഇടിഞ്ഞ് 49,231 ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 49,000 മുതൽ 48,900 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവലാണ് ഡൗൺ സൈഡിൽ. അപ്സൈഡിൽ 49,800 മുതൽ 49,850 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. ഇന്നലെയും ഹയർ ലെവലിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 49,000 ഈ സ്ട്രൈക്കിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 50,000 സ്ട്രൈക്കിലും അതിനുശേഷം 50,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 49,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 49,500 സ്ട്രൈക്കിലും അതിനുശേഷം 48,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000 ഇന്ത്യ വിക്സിലേക്ക് 13.44 4.47% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ 6ാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ഈ 6 ദിവസം കൊണ്ട് ഏകദേശം 32% ഇന്ത്യ വിക്സ് ഉയർന്നത്. ഇന്ന് നമ്മൾ പറയുന്ന സ്വിംഗ് സ്റ്റോക്ക് ഓട്ടോ ആക്സിലസ് ആണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1,965 ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 2,045, സെക്കൻഡ് ടാർഗറ്റ് 2,140. നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 10 മുതൽ 15% വരെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയി വയ്ക്കാവുന്നതാണ്. എഡ്യൂക്കേഷന് വേണ്ടി മാത്രമാണ് ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഇതിൽ ട്രേഡ് എടുക്കുക. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം HFCL 100.6 എന്ന നിലയിലാണ് എൻട്രി എടുക്കുന്നത്. ഏപ്രിൽ 12-ന് 105 വരെയാണ് സ്റ്റോക്ക് അപ്പ് ആയത്. 4.4% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ലിൻഡെ ഇന്ത്യയാണ്. ഏപ്രിൽ 24-ന് 8,060 എൻട്രി എടുക്കുന്നത്. 8,551 വരെയാണ് അപ്പായത്. ഏകദേശം 491 പോയിന്റ്സ് ആണ് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. 5.74% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ടിറ്റാഗ്ര റെയിൽ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത് ഏപ്രിൽ 3-നും ഏപ്രിൽ 25-നുമായിരുന്നു. 972 എൻട്രി എടുത്തു. 1,072 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഏകദേശം 9.83% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്ത മറ്റൊരു സ്റ്റോക്ക് ഗ്രിൻഡ്വെല്ലാണ്. സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് ഏപ്രിൽ 10-ന് 2,084 2,153 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 3.2% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് GPT ഇൻഫ്ര ആയിരുന്നു. ഏപ്രിൽ 25-നാണ് സ്റ്റോക്കിൽ എൻട്രി എടുത്തത്. 220 237.6 വരെ അപ്പായി. 1.8% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്.
മറ്റൊരു സ്റ്റോക്ക് ഫെഡറൽ ബാങ്ക് ആയിരുന്നു. 160.35 എൻട്രി എടുക്കുന്നത്. സ്റ്റോക്കിൽ എൻട്രി എടുത്തത് ഏപ്രിൽ 29-ന് 170.3 വരെ അപ്പായി 5.80% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ഇന്നലെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDE ആക്ടിവിറ്റിയാണ്. FIS അങ്ങനെ 964 കോടി രൂപയ്ക്ക് ഇന്നലെ സെല്ല് ചെയ്തു. DIs ആവട്ടെ 1352 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS ബൈയിങ്ങിലേക്ക് തിരിച്ചു വന്നു എന്ന് നമ്മൾ കരുതിയെങ്കിലും അവർ സെല്ലിങ്ങിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. US മാർക്കറ്റുകൾ ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും മിക്സഡ് ഏർണിംഗ്സിന്റെയും പിൻബലത്തിൽ US മാർക്കറ്റുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. നാസ്ഡാക്ക് 1.51% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. S&P 500 0.91% നേട്ടത്തിലും ഡൗ ജോൺസ് 0.85% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. വ്യാഴാഴ്ച പുറത്തുവിട്ട ഡാറ്റയിൽ ജോബ്ലെസ് ക്ലെയിംസ് മ്യൂട്ടഡ് ആയിരുന്നു. ആസൂത്രിതമായ പിരിച്ചുവിടലുകളുടെ ഇടിവ്, ത്രൈമാസ തൊഴിൽ ചെലവുകളുടെ കുതിച്ചുചാട്ടം, ഉൽപാദനക്ഷമതയിലെ കുത്തനെയുള്ള ഇടിവ് എന്നിവ ഉൾപ്പെടുന്നു. റിസൾട്ടുകൾക്ക് ശേഷം ആഫ്റ്റർ ട്രേഡിംഗ് ഹവറിൽ ആപ്പിൾ 6% ഉയർന്നു. ബയോടെക് ആംഗൻ 14% റിസൾട്ടുകൾക്ക് ശേഷം ഉയരുകയുണ്ടായി. ഇനി വെള്ളിയാഴ്ച നോൺ ഫാം പേറോൾ റിപ്പോർട്ടാണ് പുറത്തു വരാനിരിക്കുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ഇൻഫോസിസ് 0.60% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. വിപ്രോ 0.19% ഇടിവിലും. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.07% നേട്ടമുണ്ടാക്കിയപ്പോൾ HDFC ബാങ്ക് 1.28% നേട്ടമുണ്ടാക്കിയത്. മേക്ക് മൈ ട്രിപ്പ് 4.37% നേട്ടത്തിലും ഡോക്ടർ റെഡ്ഡി 1.08% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് നല്ല പോസിറ്റീവിൽ തന്നെയാണ്. ഡൗ ജോൺസ് 0.59% നേട്ടത്തിലും S&P 500 0.30% നേട്ടത്തിലും നാസ്ഡാക്ക് 0.59% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ഒരു മിക്സഡ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE മാത്രമാണ് പോസിറ്റീവിൽ ഇന്നലെ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. 0.63% നേട്ടത്തിൽ ക്ലോസ് ചെയ്ത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.88% ഇടിയുകയുണ്ടായി. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.20% ഇടിഞ്ഞത്. സ്റ്റോക്ക് 600 0.2% ഇടിഞ്ഞു. ബാങ്കിംഗ് സ്റ്റോക്കുകൾ 0.6% നേട്ടം ഇന്നലെ അവിടെ ഉണ്ടാക്കി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് നെഗറ്റീവിലാണ്. ഡാക്സ് 0.05% ഇടിവിലും CAC 0.07% ഇടിവിലും FTSE ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലത്തെ US മാർക്കറ്റിന്റെ ആ ഒരു പോസിറ്റിവിറ്റി ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിലും കാണാം. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ സമയം 6:40 ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,892 108.50 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഇന്നൊരു 110 മുതൽ 120 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇന്ന് അവിടെ ഒരു പബ്ലിക് ഹോളിഡേ ആണ്, അതുകൊണ്ട് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ അല്ല. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ കോസ്പി മാർക്കറ്റ് 0.45% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ഡിമാൻഡ് മെച്ചപ്പെടുത്തിയതിനെ തുടർന്ന് പെട്രോളിയം ഇൻവെന്ററികളുടെ കുതിച്ചുചാട്ടത്തിൽ 7 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഓയിൽ പ്രൈസുകൾ ഇടിഞ്ഞിരുന്നു. അതിനുശേഷം ഇന്നലെ വ്യാഴാഴ്ച ഓയിൽ പ്രൈസുകളിൽ ഒരു ഉണർവ് കണ്ടു. ഇപ്പോൾ ബ്രന്റ് ട്രേഡ് ചെയ്യുന്നത് $83.97 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.32% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $79.47 പെർ ബാരൽ എന്ന നിലയിൽ 0.42% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നന്ദി.